ചേട്ടാ ചേട്ടേ അച്ഛൻ വല്ലതും മനസ്സിൽ വെച്ച് പെരുമാറുമെന്നാണ് എനിക്ക്. ചേട്ടാ അത് സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം കേട്ടോ. നീ കഴിച്ചിട്ടുണ്ടോ? മോടിച്ചിട്ടുണ്ടാവും. ഒരു മീറ്റിംഗ് അല്ലേ? ഞാൻ വിചാരിച്ച് പയ്യനായിരിക്കുന്നു. പ്രായമുണ്ടെന്ന് കരുതിയില്ല. പ്രായം അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബഹുമാനമായിരുന്നു എന്നാണ്. അതച്ചോ, നമ്മളടുത്ത വെള്ളിയാഴ്ച അപ്പൻ്റെ പ്രാർത്ഥന വെച്ചേക്കാന്ന് ഓർത്തായിരുന്നു രാവിലെ 9 മണിക്ക്. സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അധികം ആൾക്കാരെ ഒന്നും വിളിക്കുന്നൊന്നുമില്ല. ഞാൻ 9:30 ആകുമ്പം വണ്ടി ഇട്ട് ഇങ്ങോട്ട് വിട്ടേക്കാം. ഞാൻ വന്നേക്കാം. പക്ഷെ അന്നത്തെ പോലെ അതിക്രമമൊന്നും കാണിക്കത്തില്ലെന്ന് മനസ്സിക്കാരൻ എനിക്ക് വാക്ക് തരണം. അച്ഛാ, അന്നാന്ന് പറഞ്ഞാൽ ഫസ്റ്റിലത്തെയാണോ അതോ സെക്കൻഡിലത്തെയാണോ? ഞാൻ പറഞ്ഞു സാരക്കാരന് ഒരു പുഴു എന്നെ അവഗണിച്ചേക്ക്. പക്ഷേ ഈ ടി വിയും ഫ്രിഡ്ജൊക്കെ മേടിക്കുമ്പോഴേ നമുക്കൊരു മാനുവൽ കിട്ടും. അതുപോലെ നമ്മൾ ക്രിസ്ത്യാനികൾക്കുള്ള മാനുവലായി ഈ ബൈബിൾ എന്ന് പറയുന്നത്. അത് നമ്മൾ അനുസരിക്കണം, ബഹുമാനിക്കണം. ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ വരാം. ഉറപ്പായിട്ടും വെച്ചു. അച്ഛനോട് പുതിയ ആളായതുകൊണ്ട് ശ്രദ്ധിക്കാത്തതാണ്. നമ്മുടെ പള്ളിക്കുടിമറ്റൊരു താഴെ ഒരു ബോർഡുണ്ട്, സ്പോൺസേഡ് ബൈ PK കുട്ടപ്പൻ പനച്ചേലം. പുള്ളിയുടെ 40 അച്ഛനെ വരാണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ നോക്കാം. വേടാ നിന്ന് കഞ്ചാണ്ട് പാടാ. അച്ഛനൊന്നും വിചാരിക്കരുത്, എല്ലാ കുടുംബത്തിലും കാണുമല്ലോ ഇതുപോലെ ഒരാൾ. അദ്ദേഹം ഇപ്പോൾ മദ്യപിച്ചിട്ടുണ്ടോ? ചേട്ടാ ഈ ഡൈവേഴ്സാ. പിന്നെ അപ്പം മരിച്ച പിന്നെ ബ്രാൻഡിയിലങ്ങ് അഭയം പ്രാപിച്ചേക്കുക. തോന്നി. അച്ഛനൊന്നും മനസ്സ് വെക്കരുത്. 40 പറഞ്ഞു. ചെല്ലും.